ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് എന്താ പറയുക, ഭയങ്കര റേറ്റ് കുറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി ബാഗുകളാണ്. ഞാനിങ്ങനെ ഫ്ലിപ്കാർട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വെറും 280, 350, മാക്സിമം പോയാൽ 450ക്ക് ഉള്ളിൽ നിൽക്കുന്ന നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള കുറച്ച് ബാഗ്സ് ആണ് കേട്ടോ. നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, ഞാൻ എന്തായാലും കള്ളത്തരമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ചിലതിൽ ചെറിയ ചെറിയ നമുക്ക് കാണുമ്പോൾ ആ ഒരു പ്രൈസിനുള്ള ക്വാളിറ്റി അതും എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള നല്ല കുറച്ച് ബാഗ്സുകളുടെ കളക്ഷൻ, അതായത് ഒരു 7 ബാഗ്സ് നമുക്ക് ഈ വീഡിയോ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ബാഗ്സിന് ഞാനിങ്ങനെ കാണിച്ചു പോകാം. ഞാൻ പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ ഓർഡർ ചെയ്ത ബാഗുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബാഗാണ് കേട്ടോ ഇത്. അതിൽ കുറച്ചുകൂടി ഡാർക്ക് കളർ ഫീൽ ചെയ്യുന്നു, അത്രയും ഡാർക്ക് അല്ല കേട്ടോ, കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, ക്രീം ഷെയ്ഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അപ്പോൾ അങ്ങനെ ഒരുപാട് ഷെയ്ഡ് ഉണ്ട്. ഇത് ഒറ്റ ഒരു കമ്പാർട്ട്മെൻറ്റും ഇതിനുള്ളിൽ ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റുമാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അല്ല, എന്താ പറയുക, ഒരു സ്റ്റൈലിഷ് ബാഗ് എന്ന് പറയുമ്പോൾ ഏതൊരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആയാലും ട്രഡീഷണലിൻ്റെ കൂടെ പോകുന്ന അറിയത്തില്ല, എന്നാലും കുർത്തിയുടെ കൂടെയൊക്കെ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ കുർത്തി ആയാലും വെസ്റ്റേൺ ആയാലും ഒക്കെ പോകുന്നൊരു നല്ലൊരു ബാഗാണ്. ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു റെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ആമസോണിൽ നിന്നാണെന്ന് തോന്നുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. സൂക്ഷിച്ച് നോക്കി അറിയാം, നല്ല ഗ്ലേസിങ്ങും നല്ല ക്വാളിറ്റി സാധനം. സെക്കൻഡ് ബാഗ് വന്നിട്ട് ഉള്ളൂ, ഇത് അത്യാവശ്യം റേറ്റ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇതാണ് ആ ഒരു സ്ലിംഗ് ബാഗ് വന്നിട്ട്. ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു എന്താ പറയുക, ക്യൂട്ടായിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ബാഗിന്. ഒരു സ്ലിംഗ്, ഇങ്ങനെ ലോങ് ഒരു സ്ലിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും, ഡിറ്റാച്ചബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബാഗ് വരുന്നത്. ഇത് 400-നുള്ളിൽ എത്രയാണ്, എല്ലാത്തിൻ്റെ പ്രൈസും ഞാനിവിടെ സൈഡിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് പ്രൈസ് ക്ലിയർ ആയിട്ട്, എന്തായാലും അഫോർഡബിൾ റേഞ്ചിനാണ് ഇതെല്ലാം വരുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഒരു വലിയ കമ്പാർട്ട്മെൻറ്റും അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റുമാണ് ഇതിന് വരുന്നത്. പാക്ക് ചെയ്ത് ഭയങ്കര സെക്യൂർ ആയിട്ട് പാക്ക് ചെയ്ത് വന്ന സാധനങ്ങളാണ് കേട്ടോ. ഒരു അഴുക്ക് പോലും ഇതിലില്ല, കാരണം അത്രയും നല്ല ഇതായിട്ട് വന്നു. പിന്നെ ഈ സ്ലിങ് ഇത് വന്നിട്ട് കുറച്ചുകൂടി സ്റ്റിഫായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ ഇത് വന്നിട്ട് കുറച്ചുകൂടി കട്ടിയുള്ളൊരു മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി വൃത്തിക്ക് നിന്നേനെ. അതിൻ്റെ ഒരു ഇഷ്യൂ മാത്രമാണ് കാണുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് കണ്ട ബാഗ് ഞാൻ എന്തായാലും കീപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ സെക്കൻഡ് ബാഗ് കീപ്പ് ചെയ്യണോ റിട്ടേൺ ചെയ്യണോ നിങ്ങൾ തന്നെ പറഞ്ഞോ. ഇതാണ് തേർഡ് ബാഗ്. ഇതെന്തായാലും ഞാൻ കീപ്പ് ചെയ്യും, റിട്ടേൺ എന്തായാലും വിടാൻ ഉദ്ദേശിച്ചില്ല, കാരണം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 സംതിങ് എന്തോ ആണ്, പക്ഷെ നല്ല രസമുണ്ട്. നല്ല ആ ഒരു പ്രൈസ് ആണെന്ന് ഇതിന് കണ്ടാൽ പറയില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടെ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ലുക്കിലുള്ളൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളിൽ 2 കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ വരുന്നത്. ഇതിനുള്ളിൽ 2 കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഹാങ്ങിങ്സ് അഡ്ജസ്റ്റബിൾ ആണ് അത്യാവശ്യം. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ബാക്കിലും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഭയങ്കര ഒരുപാട് ഇത് ലാപ്ടോപ്പ് ബാഗൊന്നും അല്ല കേട്ടോ, കുറച്ച് ചെറുതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡെയിലി അല്ലെങ്കിൽ ചെറിയ ഓഫീസ് ആവശ്യങ്ങൾക്കും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബാഗാണ്. അങ്ങനെ ഒരുപാട് വെയിറ്റ് ഒന്നും കൊള്ളുന്നതല്ല, ഒരു കുർത്തിയുടെ കൂടെയൊക്കെ നല്ല ഒരു ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള നല്ലൊരു ബാഗ്. അതുപോലെ ഇതിൻ്റെ കളറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതിൽ കാണുന്ന കളറും ആക്ച്വൽ കാണുന്ന കളറും, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വൈറ്റ് ആയിട്ടാണ് കാണുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇതൊരു ഒരു ലൈറ്റ് പീച്ച് ക്രീം ആ ഒരു ഷെയ്ഡിലാണ് കേട്ടോ ഇത് വരുന്നത്. നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണ്. ഇതിലൊരു വൈറ്റ് ആയിട്ട്, എനിക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ വൈറ്റ് ആയിട്ടാണ് കാണുന്നത്, പക്ഷെ അങ്ങനെ അല്ല, കുറച്ചുകൂടി ഒരു പിങ്ക് പീച്ച് ഷെയ്ഡിലാണ് കേട്ടോ ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് തേർഡ് ബാഗ്. ഇതെന്തായാലും ഞാൻ കീപ്പ് ചെയ്ത് ഒരിക്കലും റിട്ടേൺ ഇല്ല. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്രൈസിന് ഇത് കീപ്പ് ചെയ്തില്ലെങ്കിൽ നഷ്ടമായിപ്പോവും. നെക്സ്റ്റ് ബാഗ് വന്നിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ ആൻഡ് ക്രീം ഷെയ്ഡിൽ വരുന്നൊരു ബാഗാണ്. ഇതും അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബാഗാണ് കേട്ടോ.
പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു കുട്ടി കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിങ്ങനെ സിബല്ല, ഇതിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പാണ്. ഇത് 2 ഷെയ്ഡിൽ വരുന്നതുകൊണ്ട് ഫുള്ളി ഇങ്ങനെ ബ്രൗൺ ആവാതെ ഒരു 2 ഷെയ്ഡിലാണ് ഇത് വരുന്നത്. കണ്ടോ, നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, മെറ്റീരിയൽ കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണ്. ഫുള്ളി ബ്രൗൺ വരുന്നതിനേക്കാളും ഇങ്ങനൊരു ഇത് വരുമ്പോൾ വേറൊരു ലുക്കാണ് കേട്ടോ ഇതിന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡെയിലി യൂസ് ബാഗ് എന്ന് പറയുമ്പോൾ സിമ്പിൾ, ഭയങ്കര ഒരുപാട് ഹൈലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടുള്ളൊരു ബാഗ്. കൊള്ളാം അല്ലേ? നെക്സ്റ്റ് ബാഗും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാ ബാഗ്സും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എല്ലാത്തിനും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ക്രീം ഷെയ്ഡാണ്, ഒരു ഫുള്ളി വൈറ്റ് അല്ല, ക്രീം ഷെയ്ഡാണ്. ഇതിൻ്റെ ഈ ഹാങ്ങിങ്സ് ഒരു വെറൈറ്റി ഡിസൈൻ, ഒരു എന്താ പറയുക, ചെയിൻ ഡിസൈൻ 2 സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു കാഷ്വൽ ലുക്ക് കിട്ടുന്നുണ്ട് ഇതിന്. ഇത് ജസ്റ്റ് ഒറ്റ ഓപ്പണിങ് മാത്രമാണ് വരുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഉള്ളിലൊരു കുട്ടി കമ്പാർട്ട്മെൻറ്റും ഉണ്ട്. സെയിം അതേ ഇപ്പോൾ കുറച്ച് മുന്നേ കാണിച്ചില്ല, അതേ ഒരു മെറ്റീരിയലിൻ്റെ സെയിം ബാഗ് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി എന്താ പറയുക, ഈ ഒരു ഹാങ്ങിങ്സ് മീൻസ് ഈ ഒരു ചെയിൻ വന്നപ്പം അതിൻ്റെ ലുക്കേ മാറി, വേറൊരു കുറച്ചുകൂടി ഒരു വെറൈറ്റി ലുക്കായി മാറി. അത്യാവശ്യം നല്ല ക്വാളിറ്റി. ഇതും 300 ആണെന്നാണ് എൻ്റെ വിശ്വാസം, ആയിരിക്കണം. അതിൽ കൂടുതലൊന്നും ഞാൻ ഒരുപാട് റേറ്റ് കൂടിയൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇത് കീപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, ലെറ്റ്സ് കീപ്പ് ഇറ്റ്. അതേ സെയിം പാറ്റേണിൽ വരുന്നൊരു ബാഗാണേ. കണ്ടോ, സെക്കൻഡ് ഞാനൊരു ബാഗ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ബാഗ് കാണിച്ചതിൻ്റെ അതേ ഒരു എക്സാക്റ്റ് സെയിം ആണ്. കുറച്ച് കാര്യങ്ങൾ ഡിഫറൻസ് വരുന്നുള്ളൂ. ലൈക്ക് ഈ ഒരു ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു ക്ലാസിക് ബ്ലാക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. എനിക്ക് ആ ഒരു ക്രീം ഷെയ്ഡ് കുറച്ച് എൻ്റെ 2 മൈൻഡാണ് കേട്ടോ. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ആ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഈ ഒരു ഷെയ്ഡായിരിക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നോക്കിയെടുക്കാൻ പറ്റും, കാരണം 2 ഷെയ്ഡാണ്. പക്ഷേ ഡിസൈൻ ഏകദേശം സെയിം ആണ്. ഈ ഒരു ഫ്രണ്ടിൽ 2 ഒരേ ബ്രാൻഡാണെന്ന് തോന്നുന്നു. റേറ്റും ഏകദേശം സെയിം ആണ്. ഹാങ്ങിങ്സ് ഈ പറഞ്ഞ പോലെ നമുക്ക് 2 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടി കൂട്ടണോ കുറയ്ക്കണോ എന്തെന്ന് വേണമെങ്കിലും ചെയ്യാം. സോ ഒറ്റ കമ്പാർട്ട്മെൻറ്റാണ് ഇതിൽ വരുന്നത്, ഒറ്റ കമ്പാർട്ട്മെൻറ്റ്. ഇതിനുള്ളിൽ ഒരു കുട്ടി കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. എല്ലാം ഏകദേശം ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്നും ലാപ്ടോപ്പ് ബാഗല്ല കേട്ടോ. പക്ഷേ ആ ഒരു ഫസ്റ്റ് കാണിച്ച ബാഗിൽ വേണമെങ്കിൽ ലാപ്ടോപ്പ് വെക്കാം, പക്ഷേ ഇതൊന്നും ലാപ്ടോപ്പ് ബാഗല്ല, ഒരു ക്ലാസി ലുക്ക് കൊടുക്കുന്നൊരു ബാഗാണ്. ഓക്കെ, ഇതാണ് ബ്രൗൺ ഷെയ്ഡ്, ഇതാണ് ബ്ലാക്ക് ഷെയ്ഡ്. ഇതിലേതായിരിക്കും ഞാൻ കീപ്പ് ചെയ്യേണ്ടത്, ഏതായിരിക്കും നല്ലത്? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു കുട്ടി ക്യൂട്ട് ബ്ലാക്ക് ബാഗാണ്, സീരിയലല്ല. ഓക്കെ, ഇതാണ് ബ്ലാക്ക് ബാഗ്. ഡിസൈൻ പാറ്റേൺ ഭയങ്കര സിമ്പിൾ ക്യൂട്ട് ചെറിയൊരു ബാഗ്. ഓക്കെ, ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള കുറച്ച് ഐറ്റംസ്, ഒരു കുട, ഒരു കുപ്പി വെള്ളം, നമ്മുടെ പൗച്ച്, ഫോൺ, ഇങ്ങനെ കുറച്ച് ഐറ്റം മാത്രം കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗുകളാണ് എല്ലാം. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബാഗ്. ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ഹോൾ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്, കാരണം എനിക്ക് ഒട്ടും ടൈം ഇല്ലാണ്ടായിപ്പോയി. ഇപ്പോൾ ഒരു കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ ഗ്യാപ്പിൽ ഒരു വീഡിയോ എടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ, പക്ഷേ സിറ്റുവേഷൻ കൊണ്ടിട്ട് പല തിരക്കുകളും കാര്യങ്ങളും കൊണ്ടിട്ട് എടുക്കാൻ പറ്റാണ്ടായി പോകുന്നതാണ്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്, നോക്കാം നമുക്ക്. അപ്പോൾ ഇനി എന്ത് ഹോളാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ.